നമുക്കിനി എടുക്കാനുള്ളത് SQL കമാൻഡ്സ് ആണ്. SQL കമാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് SQL കമാൻഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി ഡാറ്റാബേസ്. ഡാറ്റാബേസിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് SQL കമാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്, ഫങ്ഷൻസ് ആൻഡ് queries ഓഫ് ഡാറ്റ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ്ഡ് ടു പെർഫോം, നമുക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്കിനെ പെർഫോം ചെയ്യാനും ഫങ്ഷൻസിന് എക്സിക്യൂട്ട് ചെയ്യാൻ, ക്വറീസിന് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് SQL കമാൻഡ്സിനെ യൂസ് ചെയ്യാം. SQL can perform various tasks like create a table, add data to table, drop the table, modify the table, set permission for users. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ SQL നടക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് SQL കമാൻഡ്സുകൾ നോക്കാം. ടൈപ്സ് ഓഫ് SQL കമാൻഡ്സ് മെയിനായിട്ട് 5 ടൈപ്പ് SQL കമാൻഡ്സ് ഉണ്ട്. ഓക്കെ, അതിൽ SQL കമാൻഡ്സിനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. DDL, DML, DCL, TCL ആൻഡ് DQL. അത് നമ്മൾ ആദ്യത്തെ 3 നമ്മൾ കേട്ട് പരിചയമുള്ള ടേംസ് ആണ്. DDL എന്ന് പറഞ്ഞാൽ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. അതിൽ വരുന്ന കുറച്ച് കമാൻഡുകളാണ് ക്രിയേറ്റ്, ഡ്രോപ്പ്, ഓൾട്ടർ ആൻഡ് ട്രങ്കേറ്റ്. ഇതെല്ലാം ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഈ DDL കമാൻഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനോട് കൂടി എപ്പോഴും ടേബിൾ എന്നുള്ള പേര് കൂടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ക്രിയേറ്റ് ടേബിൾ, ഡ്രോപ്പ് ടേബിൾ, ഓൾട്ടർ ടേബിൾ, ട്രങ്കേറ്റ് ടേബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഡാറ്റ DML, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് മാനിപ്പുലേഷനിൽ വരുന്നത്. സോ DML മീൻസ് ദ ഡാറ്റ മാനിപ്പുലേഷൻ കമാൻഡ്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഇൻസേർട്ട്, അപ്ഡേറ്റ് ആൻഡ് delete. And DCL, data control language, means the grant and revoke. Then next transition control language, commit, rollback, save, point. Then next വരുന്നതാണ് DQL എന്ന് പറയുന്ന കമാൻഡ്. ഇനി നമുക്കത് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് DDL. Data definition language, structure of the tables like creating table, deleting a table, altering a table, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇതെല്ലാം ബേസ്ഡ് ഓൺ ദി ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 4 കമാൻഡ്സ് ആണ് ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ് ആൻഡ് ട്രങ്കേറ്റ്. ഓരോന്നിൻ്റെയും സിൻറ്റാക്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു ടേബിളിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്രിയേറ്റ് എന്ന് പറയുന്ന കമാൻഡ്. അതിൻ്റെ സിൻറ്റാക്സ് ക്രിയേറ്റ് ടേബിൾ നെയിം, നമുക്ക് ടേബിൾ നെയിം യൂസർ ഡിഫൈൻഡ് ആണ്. ദെൻ അതിൽ യൂസ് ചെയ്യുന്ന കോളംസ്, ആട്രിബ്യൂട്ട്സ്, ദെൻ എന്തെങ്കിലും കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ ആ കൺസ്ട്രെയിൻസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എത്ര കോളംസ് ഉണ്ടോ അത്രയും കോളംസിനെ നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. എന്നിട്ട് ലാസ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇടാം. ഓക്കെ, ഇവിടെ നോക്കുക, ക്രിയേറ്റ് ടേബിൾ, ഒരു എംപ്ലോയി എന്ന് പറഞ്ഞൊരു ടേബിൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി, നെയിം അതിലെ ഒരു ആട്രിബ്യൂട്ട് ആണ്, ഓഫ് ദ ടൈപ്പ് വാരിയബിൾ ക്യാരക്ടർ ഓഫ് 20, ഇമെയിൽ വാരിയബിൾ ക്യാരക്ടർ ഓഫ് 100, ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ്, ഇങ്ങനെ കുറച്ച് ഡാറ്റാസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് ബോത്ത് ദ സ്ട്രക്ചർ ആൻഡ് ദ റെക്കോർഡ് സ്റ്റോർഡ് ഇൻ ദ ടേബിൾ. ഒരു ടേബിളിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളതിലേക്ക് ഡാറ്റ കൊടുക്കാതെ ഇപ്പോൾ ഇതേപോലെ അതിൻ്റെ ആട്രിബ്യൂട്ട്സുകളും അതിൻ്റെ കറസ്പോണ്ടിങ് ഡാറ്റ ടൈപ്സും ടേബിൾ നെയിമും മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ആ സ്ട്രക്ചർ ഡിലീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ അതിലുള്ള കണ്ടന്റിനെ, റെക്കോർഡ്സുകളെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതിനാണ് ഡ്രോപ്പ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഡ്രോപ്പ് ടേബിൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ ഡ്രോപ്പ് ചെയ്യാം. ദെൻ ഡ്രോപ്പ് എക്സാമ്പിൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എംപ്ലോയി എന്നുള്ളത് ഡിലീറ്റ് ആക്കി ഡ്രോപ്പ് ചെയ്തു. ഇനി ഓൾട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മോഡിഫിക്കേഷൻ, അതാണ് ഓൾട്ടർ എന്ന് പറയുന്നത് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഓൾട്ടർ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഓൾട്ടർ ദ സ്ട്രക്ചർ ഓഫ് ദ ഡാറ്റാബേസ് ആൻഡ് ദിസ് ചേഞ്ച് കുഡ് ബി ഐദർ ടു മോഡിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ആട്രിബ്യൂട്ട്സ് ഓർ പ്രോബബ്ലി ടു ആഡ് എ ന്യൂ ആട്രിബ്യൂട്ട്. ഒരു പുതിയ ആട്രിബ്യൂട്ടിനെ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതിനെ ഡിലീറ്റ് ചെയ്യാനോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിനെ മോഡിഫിക്കേഷൻസ് വരുത്താനോ അല്ലെങ്കിൽ പുതുതായിട്ട് ആഡ് ചെയ്യാനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓൾട്ടർ എന്ന് പറയുന്ന കമാൻഡ്.
അതിൻ്റെ സിൻടാക്സ് ഓൾട്ടർ ടേബിൾ. നമ്മൾ പറഞ്ഞു ഈ DDL കമാൻഡ്സിന്റെ കൂടെ ഒക്കെ എന്തുണ്ടായിരിക്കും, ടേബിൾ എന്ന് പറയുന്ന കീവേഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, അത് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ടേബിൾ നെയിം കൊടുക്കുക. ദെൻ ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, നമുക്ക് പുതുതായിട്ട് കോളത്തിനെ ആഡ് ചെയ്യാനാണെങ്കിൽ ആഡ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ എന്തൊക്കെയാണോ പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആട്രിബ്യൂട്ട്സ് എങ്ങനെയൊക്കെയാണോ ആഡ് ചെയ്തത് അതേമാതിരി ആഡ് ചെയ്യാം. കോളം നെയിം, കോളം ഡെഫിനിഷൻ, അങ്ങനെ ആ രീതിയിൽ. ഇനി അതല്ല, നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിന് മോഡിഫിക്കേഷൻ ആണ് വരുത്തേണ്ടതെന്നുണ്ടെങ്കിൽ ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, മോഡിഫൈ എന്നുള്ള കീവേഡാണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ കോളം ഡെഫിനേഷൻ, അതിൽ എങ്ങനെയാണോ മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടത് അത് നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, രണ്ടിൻ്റെയും എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആഡ് അഡ്രസ് എന്ന് പറയുന്നൊരു ഫീൽഡിനെ നമ്മൾ ആഡ് ചെയ്തു, ഓഫ് വാരിയബിൾ ക്യാരക്ടർ ഓഫ് 20. ഇനി നമ്മളിവിടെ നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന ഓൾട്ടർ ടേബിൾ സ്ട്രക്ചറിനെ മോഡിഫൈ ചെയ്യണം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് കോളം നെയിം എന്ന് പറഞ്ഞിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. അതിനെ നമ്മൾ ഓൾട്ടർ ചെയ്തു, നെയിം എന്നുള്ള പേരിലേക്ക് ഓൾട്ടറേഷൻ ചെയ്തു. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഏതൊക്കെ കമാൻഡ്സ് അപ്പോൾ പഠിച്ചത്, ക്രിയേറ്റ് ചെയ്തു, അതേപോലെ ഡ്രോപ്പ് ചെയ്തു, ഓൾട്ടർ ചെയ്തു. ഇനി അതിൽ വരുന്ന DDL കമാൻഡ്സിൽ ബാലൻസ് വരുന്നതാണ് truncate എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് ഓൾ ദ റോസ് ഫ്രം ദ ടേബിൾ ആൻഡ് ഫ്രീ ദ സ്പേസ് കണ്ടെയ്നിങ് ദ ടേബിൾ. ടേബിളിലുള്ള എല്ലാ റോസിനെയും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് truncate എന്ന് പറയുന്നത്. ദെൻ truncate ടേബിൾ ആൻഡ് ടേബിൾ നെയിം, ഇത്രയാണ് അതിൻ്റെ സിൻടാക്സ്. ദെൻ truncate ടേബിൾ എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, truncate ചെയ്യാം, എല്ലാ റോസിനെയും ഡിലീറ്റ് ചെയ്യാം. അതാണ് എല്ലാ റോസിലുള്ള ഡാറ്റാസിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ചെയ്യാം. അതായത് റോസ് ഒക്കെ ഫ്രീ ആയിട്ട് കിടക്കും, നമുക്കതിലേക്ക് വേണമെങ്കിൽ പുതിയ ഡാറ്റാസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് ഓൾ ദ റോസ് ഫ്രം ദ ടേബിൾ ആൻഡ് ഫ്രീ ദ സ്പേസ് കണ്ടെയ്നിങ് ദ ടേബിൾ. അപ്പോഴും അവിടെ സ്ട്രക്ചർ അവിടെ ഉണ്ടായിരിക്കും, അതിലുള്ള ഡാറ്റാസ് ആണ് അവിടുന്ന് റിമൂവ് ആവുന്നത്. ഇനി ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഡാറ്റ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് വരുന്നത്. ദെൻ ഇറ്റ് ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 3: ഇൻസേർട്ട്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ്. ഇൻസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടേബിളിലേക്ക് നമുക്ക് ഡാറ്റയെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഇൻസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഇൻസേർട്ട് ഇൻ ടു, അതാണ് അതിൻ്റെ കീവേഡ്. ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം, ഏത് ടേബിളിലേക്കാണോ നമുക്ക് എൻ്റർ ചെയ്യാനുള്ളത് ആ ടേബിളിൻ്റെ നെയിം കൊടുക്കുക. ബ്രാക്കറ്റിൽ ഏതൊക്കെയാണോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്, ഇപ്പോൾ നമ്മൾ നേരത്തെ നെയിം എന്തൊക്കെയാണ് കൊടുത്തത്, നെയിം, അഡ്രസ്സ് അല്ലേ. അപ്പോൾ അത് ഓരോന്നും നെയിം, അഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ് കോമയായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കൊടുക്കേണ്ട വാല്യൂസ് എന്നുള്ള കീവേഡ് മസ്റ്റാണ്. ആ വാല്യൂസ്, ദെൻ ഓരോ വാല്യൂസും സെപ്പറേറ്റഡ് ബൈ കോമ. അപ്പോൾ ആദ്യത്തെ നെയിം ആണെങ്കിൽ ഇവിടെ നെയിമിന് കറസ്പോണ്ടിങ്, ഫസ്റ്റ് വരുന്നത് നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കണം കൊടുക്കേണ്ടത്. രണ്ടാമത്തത് ഏജ് ആണെങ്കിൽ ഏജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓർ അല്ലെങ്കിൽ ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം, ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം വാല്യൂസ്. അതായത് ആ കോളംസ് ആട്രിബ്യൂട്ട് ഇല്ലാണ്ട് ജസ്റ്റ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. ദെൻ അപ്ഡേറ്റ്, അതിന് എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇൻസേർട്ട് ഇൻ ടു ബുക്സ്, ഓതർ, സബ്ജക്റ്റ്. ഓതറിലേക്കും സബ്ജക്റ്റിലേക്കുമാണ് നമുക്ക് വാല്യൂസ് കൊടുക്കേണ്ടത്. വാല്യൂസ് സോനോ ആൻഡ് DBMS എന്നുള്ള വാല്യൂസ് ആണ് കൊടുക്കേണ്ടത്. ഇനി അപ്ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് കമാൻഡ് എങ്ങനെ യൂസ് ചെയ്യാം? ദിസ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു അപ്ഡേറ്റ് ഓർ മോഡിഫൈ ദ വാല്യൂസ് ഓഫ് എ കോളം ഇൻ എ ടേബിൾ. ഒരു കോളത്തിലുള്ള ഡാറ്റാസിനെ അപ്ഡേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അപ്ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ്. ദെൻ അപ്ഡേറ്റ് ടേബിൾ സെറ്റ്, നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സെറ്റ് കോളം നെയിം, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. വേർ കണ്ടീഷൻ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നോക്കുക, ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിലാണ് അപ്ഡേഷൻ വരുത്തേണ്ടതെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്ഡേറ്റ് സ്റ്റുഡൻസ്, സെറ്റ് യൂസർ നെയിം SONO എന്നുള്ളത് എന്താക്കണം, വേർ സ്റ്റുഡൻറ് ID ഈസ് ഈക്വൽ ടു 3, സ്റ്റുഡൻറ് ID 3 ആയിട്ടുള്ള യൂസർ നെയിമിന് നമുക്ക് എന്ത് കൊടുക്കണം, SONO എന്നുള്ള വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്യണം.
ഇറ്റ് ഈസ് ഇനി അടുത്ത കമാൻഡ് ആണ് ഡിലീറ്റ് എന്ന് പറയുന്ന കമാൻഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് വൺ ഓർ മോർ റോ ഫ്രം എ ടേബിൾ. ഒരു ടേബിളിലുള്ള ഒന്നോ അതിലധികമോ റോസിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് ഡിലീറ്റ് എന്ന് പറയുന്ന കമാൻഡ്. ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം വേർ കണ്ടീഷൻ. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടേബിൾസിനെ റോസിനെ ഡിലീറ്റ് ചെയ്യുക. അതാണ് ഡിലീറ്റ് കമാൻഡ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദെൻ ഡിലീറ്റ് ഫ്രം ബുക്സ്. ബുക്സ് എന്ന് പറയുന്ന ടേബിളിന് വേർ ഓദർ ഈസ് ഈക്വൽ ടു സോനോ. സോനോ എന്ന് പറയുന്ന ഓദറിന്റെ ബുക്കുകൾ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. ഈ നെക്സ്റ്റ് വരുന്നതാണ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് രണ്ടെണ്ണമാണ്, ഗ്രാൻഡ് ആൻഡ് റിവോക്ക്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗ്രാൻഡ് ആൻഡ് ടേക്ക് ബാക്ക് ദ അതോറിറ്റി ഫ്രം എനി ഡാറ്റാബേസ് യൂസർ. നമ്മളൊരു ഡാറ്റാബേസിന് ഓതറൈസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. കൊടുത്ത ഓതറൈസേഷനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിമൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് റിവോക്ക് എന്ന് പറയുന്നത്. Grant. It is used to give user access privilege to a database. Example, ഇവിടെ grant select update on my table to some user, another user. ആർക്കൊക്കെ അപ്ഡേറ്റും അപ്ഡേഷനും സെലക്ഷൻ ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം, ഈ മൈ ടേബിളിലേക്ക് ആർക്കും കൂടെ ഒക്കെ കൊടുക്കണം, സം യൂസേഴ്സ് ടു അനദർ യൂസർ. ഈ രണ്ട് യൂസേഴ്സിനും ഗ്രാൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. ഇറ്റ് ഈസ് യൂസ് ടു ടേക്ക് ബാക്ക് പെർമിഷൻ ഫ്രം ദി യൂസർ. ദെൻ റിവോക്ക് ആണെങ്കിൽ ഇറ്റ് ഈസ് യൂസ് ടു ടേക്ക് ബാക്ക് പെർമിഷൻ ഫ്രം ദി യൂസർ. റിവോക്ക് സെലക്ട് ഓർ അപ്ഡേറ്റ് ഓൺ മൈ ടേബിൾ ഫ്രം യൂസർ 1 ആൻഡ് യൂസർ 2. യൂസർ 1ൽ നിന്നും യൂസർ 2ൽ നിന്നും മൈ ടേബിളിലേക്കുള്ള സെലക്ഷനും അപ്ഡേഷനും എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. അതാണ് റിവോക്ക് എന്നുള്ള കമാൻഡിൽ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി ട്രങ്കേഷൻ. ട്രങ്കേഷൻ TCL commands can only use with the DML commands like insert, delete and update. നമ്മൾ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് ഏതിനോട് കൂടിയിട്ടാണ്? TCLനോട് കൂടിയിട്ടാണ്, DML ലാംഗ്വേജസിനോട് കൂടിയിട്ടാണ്. ഇൻസേർട്ട്, ഡിലീറ്റ് ആൻഡ് അപ്ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ്സിനോട് കൂടിയിട്ടാണ് ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന 3 കമാൻഡ്സ് ആണ് കമ്മിറ്റ്, റോൾ ബാക്ക് ആൻഡ് സേവ് പോയിന്റ്. ഓക്കെ, കമ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സേവ് ഓൾ ദ ട്രാൻസാക്ഷൻ ടു ദി ഡാറ്റാബേസ്. ഡാറ്റാബേസിലേക്ക് എല്ലാ ട്രാൻസാക്ഷനും, എന്തൊക്കെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടോ അതൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് കമ്മിറ്റ് എന്ന് പറയുന്നത്. കമ്മിറ്റ് എന്ന് മാത്രം കൊടുത്താൽ അതിൻ്റെ സിൻടാക്സ് ആയി. അപ്പോൾ ഡിലീറ്റ് ഫ്രം ദ കസ്റ്റമേഴ്സ് വേർ ഏജ് ഈസ് ഈക്വൽ ടു 25. ഈ പ്രോസസ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്മിറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് നടക്കണം, ഈ കൊടുത്തിരിക്കുന്ന കമാൻഡ് എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ റിസൾട്ട് അവിടെ സ്റ്റോർ ആവണം. യൂസ് ടു സേവ് ഓൾ ദ ട്രാൻസാക്ഷൻ ടു ദി ഡാറ്റാബേസ്. ഡാറ്റാബേസിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടോ അതൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കമ്മിറ്റ്. അപ്പോൾ നമ്മൾ ഏജ് 25 ഉള്ളവരെ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും സേവ് ആയിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ളതും സേവ് ആയിട്ടുണ്ടാവണം. ദെൻ റോൾ ബാക്ക് ഈസ് യൂസ്ഡ് ടു അൺഡു ദ ട്രാൻസാക്ഷൻ ദാറ്റ് ഹാവ് നോട്ട് ഓൾറെഡി ബീൻ സേവ്ഡ് ടു ദി ഡാറ്റാബേസ്. ഡാറ്റാബേസിലേക്ക് സേവ് ആയിട്ടില്ലാത്തതിനെ നമുക്ക് എന്ത് ചെയ്യാം, അൺഡു ചെയ്യാം. റോൾ ബാക്ക് ഫ്രം ഡിലീറ്റ് ഫ്രം ദ കസ്റ്റമേഴ്സ് വേർ ഏജ് ഇസ് ഈക്വൽ ടു 25 ഏജ് ഉള്ളവരെ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു, നമ്മളതിനെ റോൾ ബാക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കൊടുത്ത പ്രോസസ്സിനെ നമുക്ക് അൺഡു ചെയ്യാൻ പറ്റും. ഇനി സേവ് പോയിന്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റോൾ ദ ട്രാൻസാക്ഷൻ ബാക്ക് ടു certain point without rolling back the entire transaction. എൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് യൂസ് ടു റോൾ ദ ട്രാൻസാക്ഷൻ ബാക്ക് ടു എ certain point without rolling back the entire. നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് തിരിച്ച് ബാക്കോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് സേവ് പോയിന്റ്. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടിച്ച് പോകുന്ന സമയത്ത് നമ്മൾ എവിടെ വെച്ചിട്ടാണോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് പ്രോസസ്സും അപ്ലിക്കബിൾ ആണ്. അതാണ് സേവ് പോയിന്റ്. ആൻഡ് സേവ് പോയിന്റ് നെയിം, ഒരു നെയിം കൊടുത്തിട്ടാണ് നമ്മളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. ഇനി ഡാറ്റ ക്വറി ലാംഗ്വേജ് ആണ്. അത് നമ്മൾ സെലക്ട് കമാൻഡിനോട് കൂടി നടക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വറി ലാംഗ്വേജസ് ആണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.